കുട്ടികളെ, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും അമൂല്യമായിട്ടുള്ള സമ്പത്ത് നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണ്. അതിനേക്കാൾ വലിയൊരു സമ്പത്തില്ല, അതിനേക്കാൾ വലിയൊരു സമ്പത്ത് നമുക്കില്ല. ഞാനിവിടെ വരാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ കാരണം, ഒരപ്പനോട് മക്കൾക്ക് തോന്നിയ കടപ്പാട്, ആ കടപ്പാട് അവർ പ്രകടിപ്പിക്കാൻ കാണിച്ച തീവ്രമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഓർമ്മ, ഇത് രണ്ടും എനിക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നത്തെ യോഗത്തിലെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന തറവാട്ടിലെ കാരണവത്തിയായിട്ടുള്ള സരോജിനി അമ്മയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എനിക്ക് തോന്നണേ ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഇത്ര ശൗര്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നണേ. 11 അംഗ മന്ത്രിസഭയെ ഒരു പോറലും കൂടാതെ കൊണ്ടു നടക്കാനായിട്ട് ആ അമ്മ കാണിക്കുന്ന വൈദഗ്ധ്യം ആ മുഖത്തെ പ്രസാദത്തിൽ ഒളിഞ്ഞിരിപ്പട്ടെ. ഞാനിവിടെ വന്നിരുന്നപ്പോ എന്നോട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് പ്രായമായി, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, എനിക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഫാദർ അങ്ങ് പറഞ്ഞേക്കണം, അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന്റെ സമയം കൂടി എനിക്ക് തന്നിട്ടാണ് അമ്മച്ചനെ അനുഗ്രഹിച്ച് വിട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഞാൻ എൻ്റെ ഒരു ഓർമ്മക്കഥ പറയട്ടെ. ഞാൻ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിലാണ് പഠിച്ചത്, തൃശ്ശൂരിലെ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ. ഞാൻ പഠിക്കുന്ന കാലത്ത് അത് ഏറ്റവും തൃശ്ശൂരിലെ പ്രശസ്തമായിട്ടുള്ളൊരു വിദ്യാലയമാണ്. ഞങ്ങൾക്ക് അന്ന് 10ാം ക്ലാസ്സിൽ 10 ഡിവിഷനാണ്, 400 കുട്ടികൾ. ഞാനവിടെ പഠിക്കുന്ന കാലത്ത് ഫീസ് കൊടുക്കണം. നമ്മുടെ വീട്ടിലെ അത്താഴം പൊട്ടും പിടിയുള്ള കുടുംബമാണ്. ഞങ്ങൾ 10 പിള്ളേരാണ്, ഞാനാണ് ഏറ്റവും ഇളയത്. എന്റെ അപ്പൻ എനിക്ക് 1.5 വയസ്സുള്ളപ്പം മരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഏറ്റവും മുത്ത കൊച്ചിന് 17.5 വയസ്സ്, ഏറ്റവും താഴെയുള്ളതിന് 1.5 വയസ്സ്. അപ്പൻ ആകസ്മികമായിട്ട് ഹൃദയസ്തംഭനം മൂലം മരിക്കുകയാണ്. ഈ പിള്ളേരെ പോറ്റി വളർത്താൻ ഒരു പാവപ്പെട്ട അമ്മ കുടുംബത്തിന്റെ കുലീനത്വം കളങ്കപ്പെടുത്താതെ കഷ്ടപ്പെട്ടത് കണ്ടു വളർന്നിട്ടാ ഞാൻ വരുന്നത്. എല്ലാ മാസവും ഫീസ് കൊടുക്കണം. അവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ഫീസ് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വരാതെ നിർത്തും. എല്ലാ ദിവസവും മാസാവസാനാകുമ്പോൾ നമുക്ക് വരാന്തയാണ് ആശ്രയം. അമ്മ പറയും, നീ പേടിക്കാതിരിക്കുക, കിട്ടുമ്പോ കൊടുക്കാം. എന്നിട്ട് കൂടുതൽ ഞാൻ വീട്ടിൽ കരയുമ്പോ അമ്മ പറയാറുണ്ട്, ഡാ നീ ഏകലവ്യന്റെ കഥ കേട്ടിട്ടില്ലേ, അവൻ പുറത്തു നിന്നാ പഠിച്ചത്, നീ പേടിക്കാതിരിക്കുക, ഒക്കെ നടക്കും, ഈശ്വരൻ അനുഗ്രഹിക്കും. ഞാനൊരു ദിവസം ഇങ്ങനെ വരാന്തയിൽ വിഷണ്ണനായിട്ട് നിൽക്കുന്ന സമയത്ത് അന്നത്തെ സെന്റ് തോമസിന്റെ സിംഹഗർജനുണ്ട്, പ്രധാനാധ്യാപകൻ ടി.എച്ച്. സുബ്രഹ്മണ്യർ, തമിഴന, പട്ടര, 6 അടി പൊക്കവാണി മനുഷ്യൻ. ഉദയസൂര്യന്റെ ശോഭയാണ്, ഖദർ മുണ്ടും ഖദർ ജുബയുമാണ്. ഇങ്ങനെ കയറി വരിക. എന്റെ കാര്യം പെരുവഴിയാണെന്ന് എനിക്ക് ഉറപ്പായി. അദ്ദേഹം അങ്ങനെ അപൂർവമായിട്ടേ വരാറുള്ളൂ. അദ്ദേഹം എന്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, താൻ എന്തടോ ഈ വരാന്തേ നിൽക്കണേ? ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഫീസ് കൊടുത്തിട്ടില്ല, എന്നെ ഇറക്കി വിടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം എന്നോടൊന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം താഴോട്ട് ഇറങ്ങിപ്പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിയൂൺ കയറി വന്നിട്ട് പറഞ്ഞു, വിളിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, മാന്യനായതുകൊണ്ട് പരസ്യമായിട്ട് എന്നെ അപമാനിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഓഫീസിൽ വിളിച്ച് വീട്ടിൽ വിടുക. ഞാൻ എന്റെ കീറി പറഞ്ഞ സഞ്ചിയും കെട്ടുവിട്ട കൊടയും പഴകിയ പുസ്തകങ്ങളൊക്കെ വാരിക്കെട്ടി ബാണ്ടക്കെട്ടുമായിട്ട് സാറിന്റെ ഓഫീസിൽ ചെന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സാർ എന്നോട്
ചോദിച്ചു, എടോ താൻ നന്നായിട്ട് പഠിക്കോ? ഞാൻ പറഞ്ഞു, സാറേ പഠിച്ചോളാം. താൻ നല്ല കുട്ടിയാകും? ഞാൻ പറഞ്ഞു, ആയിക്കോളാം. എന്നോട് പറഞ്ഞു, താൻ പോയി ക്ലാസ്സിൽ കയറിക്കോ. ഞാൻ പറഞ്ഞു, സാറ് കയറ്റോ? എടോ ഞാൻ പറഞ്ഞെന്ന് പറയും. ഞാനന്ന് ക്ലാസ്സിൽ കയറി. പിന്നീട് ഒരിക്കലും എന്നോട് ഫീസ് ചോദിച്ചിട്ടില്ല. അന്ന് എനിക്ക് തിരിച്ചറിവിന്റെ പ്രായമില്ല കുട്ടികളെ, ഞാൻ കൊച്ചനാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, അന്നത്തെ പ്രധാനാധ്യാപകൻ എന്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സർവ്വ സംവിധാനങ്ങളും എനിക്ക് ഏർപ്പെടുത്തി തന്നു. ഞാനൊരു വൈദികനായിട്ട് തീരുമാനിച്ചപ്പോൾ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് പുസ്തകം ഒപ്പിട്ട് വാങ്ങിക്കാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാത്സല്യത്തോടുകൂടെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടോ തനിക്ക് സാമാന്യം മാർക്കൊക്കെ ഉണ്ടല്ലോ, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനാകാൻ കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഇഷ്ടത്തോടുകൂടെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടോ ഈ 10 കൊല്ലം താൻ ഇവിടെ പഠിച്ചിറങ്ങിപ്പോകുമ്പോ തനിക്ക് സർട്ടിഫിക്കറ്റിന്റെ അകത്ത് ഒരുപാട് മാർക്കുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും വിലയുണ്ടാകണമെങ്കിൽ തന്നോട് എനിക്ക് ഒരു ഉപദേശം പറയാനുണ്ട്. താൻ ഇവിടെ പഠിച്ച എല്ലാ വിഷയങ്ങളും അരച്ചു കുറുക്കിയ സൂത്രവാക്യം അതാണിടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുട്ടി, when wealth is lost, nothing is lost. Health is lost, something is lost. When character is lost, everything lost. ഞാൻ തർജ്ജമ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കറിയാം, തിരുവൃത്ത കുട്ടികൾക്ക് അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എടോ കുട്ടി, പണം പോയാലേ ഒന്നും പോയിട്ടില്ല, താൻ പേടിക്കേണ്ട, പണിയെടുത്ത വീണ്ടും പണം കിട്ടും. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടാലേ തന്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടം തനിക്ക് നഷ്ടപ്പെട്ടു.